ഹലോ, ഞാൻ പ്രതാപൻ. ഇന്നത്തെ ഒരു വാർത്ത വളരെ രസകരമായ ഒരു വാർത്തയാണ്. നാഗരാജ് ഗൗഡ എന്ന് പറയുന്ന 65 വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസൺ. അദ്ദേഹം കർണാടകത്തിലെ ഹാസൻ ജില്ലയിൽ ഉൾപ്പെട്ടയാളാണ്. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്തിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൻ്റെ സ്വന്തം സൈക്കിളിൽ ഭാരത പര്യടനം നടത്താൻ തീരുമാനിച്ചു. അതനുസരിച്ച് അദ്ദേഹം കർണാടകത്തിൽ നിന്ന് നേരെ മഹാരാഷ്ട്രയിലേക്ക് പോയി. രാജസ്ഥാൻ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ഡൽഹി, UP, ബീഹാറിൽ നിന്ന് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് വഴി നാഗർകോവിൽ വഴി അദ്ദേഹം കേരളത്തിലെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം താമസിക്കുകയും ജനങ്ങളുമായും ഇടപെടുകയും ചെയ്യും. ജനങ്ങളുമായി തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ജനപ്രതിനിധികളെ കണ്ട് അദ്ദേഹം ലോക സമാധാനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടി അവരോട് സംസാരിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇതിനുവേണ്ടി അദ്ദേഹം അനേകം പൊതുജനങ്ങളുമായി കൂട്ടായും ഒറ്റയ്ക്കൊറ്റയ്ക്കും സംവദിക്കുകയുണ്ടായി. ജനപ്രതിനിധികളെ, എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെയും അദ്ദേഹം സംവദിച്ച് അങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇതുകൊണ്ട് പൊതുവെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആരോഗ്യം ഇപ്പോൾ ഈ സൈക്കിൾ യാത്ര കൊണ്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത് കൊണ്ടും അയാളുടെ ആരോഗ്യം വർദ്ധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാനസികമായി വളരെ സന്തോഷത്തിലുമാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചിലവില്ല. സൈക്കിൾ യാത്രയായതുകൊണ്ട് പെട്രോളിൻ്റെ ആവശ്യമില്ല. താമസം എല്ലാ സ്ഥലങ്ങളിലും എത്തുമ്പോൾ അവിടെ സൗജന്യമായി ലഭിക്കുന്ന സത്രങ്ങൾ, ധർമ്മശാലകൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ ധർമ്മശാലകളുണ്ട്. കേരളത്തിലും പല അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് സൗജന്യമായി താമസിക്കാവുന്നതാണ്. ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ സൗജന്യ ഭക്ഷണവും ലഭിക്കുന്നതാണ്. അങ്ങനെ ധൃതിയില്ലാത്ത ഒരു യാത്ര അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം സൗകര്യമുള്ളിടത്ത് താമസിച്ച് സൗകര്യമുള്ള ജനങ്ങളുമായി സംവദിച്ച് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് അങ്ങനെ യാത്ര തുടരുകയാണ്. ഇത് മുമ്പ് ആൾക്കാർ ഇങ്ങനെ നടന്ന് സഞ്ചരിച്ചിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം അത് സൈക്കിൾ യാത്ര നടത്തിയിരിക്കുകയാണ്. ഇതൊരു ആരോഗ്യവും മാനസിക സന്തോഷവും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദവുമായിട്ടുള്ള ഒരു പ്രവൃത്തി വയോജനാവസ്ഥയിൽ അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം എന്ന് തന്നെ പറയാം. വ്യത്യസ്തമാണ് ഇത്.